അതോടൊപ്പം തന്നെ നമ്മുടെ സ്വപ്ന പദ്ധതികളിൽ എത്തുമ്പോഴത്തേക്കും വിഴിഞ്ഞത്തിൻ്റെ കാര്യം, വിഴിഞ്ഞം ഈ പറയുന്നത് പോലെ VGF-ൻ്റെ കാര്യത്തിൽ ഇപ്പോഴും കേന്ദ്രം ആ ഒരു ശാഠ്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. അപ്പോൾ നമ്മൾ ഏത് രീതിയിലായിരിക്കും ഈ ഒരു സംസ്ഥാന ബജറ്റിൽ വിഴിഞ്ഞത്തിന് നൽകുന്ന ഒരു പ്രാധാന്യം, പരിഗണന, അതിനൊപ്പം തന്നെ ഒരു കമ്മീഷൻ്റെ ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ? ഏറ്റവും സജീവമായി നമ്മുടെ LDF ഗവൺമെൻറ്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഏറ്റവും സജീവമായ സമീപനം ഒന്നാം പിണറായി ഗവൺമെൻറ്റും രണ്ടാം പിണറായി ഗവൺമെൻറ്റും എടുത്തതുകൊണ്ടാണ് വിഴിഞ്ഞം ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. ഇനിയിപ്പോൾ അതിൻ്റെ കൊമേഴ്സ്യൽ ഓപ്പറേഷൻ തുടങ്ങുന്നതിൻ്റെതേ ഉള്ളൂ. 300ഓളം കപ്പലുകൾ ഈ കഴിഞ്ഞ കുറച്ച് നാളിനകം വന്നു കഴിഞ്ഞു. പ്രൊജക്റ്റ് ഒരു 10 വർഷം കഴിഞ്ഞ് പൂർത്തീകരിച്ചാൽ മതി, പക്ഷേ അത് 2028 പൂർത്തീകരിക്കും. കാരണം അഡീഷണലായിട്ട് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുകയാണ്. സാധാരണഗതി ഇത്രയും വെട്ടിക്കുറവ് വരുമ്പോൾ ഇപ്പോൾ 8,500 കോടി രൂപയാണ് ആദ്യ ഘട്ടത്തിൽ തുറമുഖത്തിൻ്റെ ചിലവ്. അതിനകത്ത് 5,500 കോടി സംസ്ഥാന ഗവൺമെൻറ്റാണ് കൊടുത്തത്. 2,200 കോടിയേ ഉള്ളൂ കൺസ്ട്രക്ഷൻ, അതായത് അദാനി കമ്പനിയുടെ 2,000 ചില്ലാനത്തിലാണ് അവർ ചിലവാക്കുന്നത് ആ ഭാഗം. ബാക്കി പുറത്തെ സൗകര്യം എല്ലാം നമ്മളാണ് ചെയ്യുന്നത്. ഇതിനകത്ത് സെൻട്രൽ ഗവൺമെൻറ് ആകെ തരുന്നതാണ് 800 ചില്ലാനം കോടി രൂപ. അതിനകത്താണ് ഇപ്പം കണക്ക് പറഞ്ഞ് നമ്മൾ VGF എന്ന് പറയുന്ന കൺസെപ്റ്റ് മാറ്റി വേറെ ധാരണ കൊണ്ടുവന്നത്. അതവിടെ നിൽക്കുകയാണ്. പക്ഷേ അവരുടെ സമീപനത്തിനനുസരിച്ച് നമ്മൾ നിന്നിരുന്നെങ്കിൽ അടുത്തൊരു 10 വർഷം കഴിഞ്ഞാൽ പോലും ഈ ഉദ്ഘാടനം നടക്കില്ല. ഇത്രയും ബുദ്ധിമുട്ട് നമ്മളെ വെട്ടിക്കുറച്ച സമയത്താണ് അത് നമ്മളെ ബാധിക്കരുതെന്ന് പറഞ്ഞിട്ട് ധനകാര്യ വകുപ്പ് തന്നെ നല്ല ശ്രമം നടത്തിയിട്ട് നമ്മൾ പലതരത്തിൽ ഫണ്ട് കൊണ്ടുവന്നു. അപ്പം മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞു ഞങ്ങൾ കമ്മിറ്റ്മെൻറ്റ് ഇതാണ്, ആ കമ്മിറ്റ്മെൻറ്റ് പൂർത്തീകരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്തു. ഇനിയായാലും വിഴിഞ്ഞം കേരളത്തിൻ്റെ വികസന എഞ്ചിനാണ്, ഇന്ത്യയുടെ തന്നെ വികസന എഞ്ചിനാണ്. കാരണം ദുബായ് പോർട്ട്, ദുബായ് എന്ന് പറയുന്ന ചെറിയൊരു പ്രദേശത്തിൻ്റെ മാത്രമല്ല, എൻ്റയർ ഗൾഫിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ വികസന എഞ്ചിനാണ് വിഴിഞ്ഞം. ആ വിഴിഞ്ഞം പൂർണ്ണമായി ഫങ്ഷനിങ് ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യവും നമ്മൾ ചെയ്യും. അതിവേഗം നടന്നുകൊണ്ടിരിക്കുകയാണ്, അതിനൊന്നും ഒരു തടസ്സം ഉണ്ടാവില്ല. കൃത്യമായിട്ടുള്ളൊരു പരിഗണന വിഴിഞ്ഞത്തിനും ബജറ്റിലുണ്ടാകും, പരിഗണന ഉണ്ടാവും, കൂടുതൽ മൂലധന നിക്ഷേപം ഉണ്ടാവും. കൂടുതൽ ഒരു തുറമുഖം വന്നാൽ തുറമുഖത്ത് വന്ന് കപ്പൽ വന്നിട്ട് പോകാമെന്നുള്ളതല്ല, തുറമുഖത്ത് വരുന്ന കപ്പലുകളിൽ കയറിപ്പാനുള്ള ഉൽപ്പന്നങ്ങൾ ഇവിടെ ഉണ്ടാക്കണം. അതിനു വേണ്ടിയിട്ടുള്ള ധാരാളം വ്യവസായങ്ങൾ വരും, അതിനുള്ള പശ്ചാത്തലം വരും, ധാരാളം സംവിധാനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാവും. അതിനുള്ള എല്ലാ പ്രത്യേക ശ്രദ്ധയുണ്ടാവും.